ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കിൻഡർ ഹോസ്പിറ്റലിലേക്കാണ്. അഞ്ജുന് അവിടെ 2 ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് അനസ്തെറ്റിസ്റ്റ്, രണ്ടുപേരെയും കാണണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ അല്ല, ഒരു ഉച്ചയ്ക്ക് ആവാറായപ്പോഴേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങി. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പള്ളിയിലോ കളമശ്ശേരിയിലോ എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല, എടപ്പള്ളിയാണെന്ന് തോന്നുന്നു. അവിടുത്തെ കിൻഡർ ഹോസ്പിറ്റലാണ് അഞ്ജുനെ കാണിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ആക്ച്വലി വിമൻസ് ആൻഡ് ചൈൽഡ് കെയർ വിങ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലാണ്, ആൻഡ് പാർക്കിംഗ് ഓൾസോ റിസർവ്ഡ് ഇൻ ദാറ്റ് സൈഡ്. സോ നമ്മൾ ആ വഴിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ അഭിജിത്ത് എമർജൻസി സെക്ഷനിൽ ഇറക്കി. ബിക്കോസ് ഇവിടെ നിന്നാണ് നമുക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്. സോ നമ്മൾ എൻ്റർ ചെയ്തു. അഭിജിത്ത് അവിടെ കാർ പാർക്കിങ്ങിന് പോയിട്ടുണ്ട്. എൻ്റർ ചെയ്ത് അഞ്ജു ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിവിടെ വീഡിയോ എടുത്ത് പുറകെ നടക്കുമായിരുന്നു. ആൻഡ് ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട്. അമ്മ അവിടെ അഞ്ജുവിന് വേണ്ട ഫീഡിങ് ആൻഡ് മെറ്റേണിറ്റി ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഷോപ്പ് ചെറുതാണെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേബി കെയർ പ്രോഡക്ട്സ് ആൻഡ് മെറ്റേണിറ്റി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു 4 ഡ്രസ്സ് എടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഡോക്ടർ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഡോക്ടറെ ഇനി കാണണം. ഫസ്റ്റ് നമ്മൾ പോണത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം അഞ്ജുവിന് എക്സസൈസ് എന്തൊക്കെ ചെയ്തു. എന്നിട്ട് അനസ്തെറ്റിസ്റ്റിൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ബട്ട് സാറ് അത്യാവശ്യം കുറച്ച് സമയം കണ്ടെത്തി നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. ആ സമയം കഴിഞ്ഞ് ഞാൻ കുഞ്ഞു അവിടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ആൾ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, അവർ ചോറും. ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു. ഒരു കുറച്ച് മഴ കുറഞ്ഞപ്പോഴേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഹോം പോകുകയാണ്. വേ ബാക്ക് ടു ഹോം. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മളുടെ വീട്. കയറി വന്നതിന് ശേഷം അഞ്ജു റെഡിയായി തലയോലപ്പറമ്പിലേക്ക് പോവുകയായിരുന്നു. അയാൾ കയറി. ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ മുകളിൽ നിന്ന് ടാറ്റ കാണിക്കായിരുന്നില്ലേ, അയാളെങ്ങനെയാണ് ഇനി ടാറ്റ തരുന്നതെന്ന് നോക്കിക്കോട്ടോ. ബായ് ബായ്. സി, ടാറ്റ തന്നു. സോ കോൾ ഇറ്റ് എ ഡേ. ബൈ ബൈ.